സുഹൃത്തുക്കളെ, ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഭാരതത്തിൻ്റെ സ്ഥാനം തന്നെ മാറ്റി എഴുതാൻ പോകുന്ന പുതിയ തന്ത്രപ്രധാന നീക്കങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രതിരോധ ജേണലുകളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇസ്രായേലിൻ്റെ വിഖ്യാതമായ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന താമിർ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഭാരതത്തിൽ നിർമ്മിക്കുന്നതിനായിട്ട് ഇസ്രായേലിൻ്റെ പ്രമുഖ പ്രതിരോധ കമ്പനിയായിട്ടുള്ള റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ഭാരതീയ പ്രതിരോധ കമ്പനികളുമായിട്ട് ചർച്ചകൾ നടത്തുന്നു. ഭാരതം അയൺ ഡോം സംവിധാനം വാങ്ങുമോ എന്ന പഴയ ചോദ്യത്തിൽ നിന്നും അയൺ ഡോമിൻ്റെ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഭാരതത്തിൽ നിർമ്മിക്കുമോ എന്ന പുതിയ ചോദ്യത്തിലേക്കുള്ള മാറ്റം ഭാരതത്തിൻ്റെ പ്രതിരോധ നിർമ്മാണ ശേഷിയുടെ വലിയൊരു വളർച്ചയാണ് കാണിക്കുന്നത്. എന്താണ് ഈ താമർ മിസൈൽ? അതിൻ്റെ സാങ്കേതിക വശങ്ങളും പ്രവർത്തന രീതിയും നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. സുഹൃത്തുക്കളെ, നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ചർച്ചകളുടെ പശ്ചാത്തലം വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ എന്താണ് താമർ മിസൈൽ എന്നും അയൺ ഡോം സംവിധാനത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അയൺ ഡോം എന്നത് ഒറ്റപ്പെട്ട മിസൈൽ മാത്രമല്ല, അത് അത്യാധുനിക റഡാർ സംവിധാനം, ബാറ്റിൽ മാനേജ്മെൻറ്റ് കൺട്രോൾ സിസ്റ്റം, ലോഞ്ചറുകൾ, ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ എന്നിവ സംയോജിപ്പിച്ച ഒരു സമ്പൂർണ്ണ വ്യോമ പ്രതിരോധ ശൃംഖലയാണ്. ഈ ശൃംഖലയിലേക്ക് ശത്രുപക്ഷത്തു നിന്നും റോക്കറ്റുകൾ, മോട്ടോറുകൾ, ഡ്രോണുകൾ അല്ലെങ്കിൽ ക്രൂസ് മിസൈലുകൾ ഇതെല്ലാം വരുമ്പോൾ റഡാർ സംവിധാനം അവയെ കൃത്യമായിട്ട് കണ്ടെത്തും. തുടർന്ന് ബാറ്റിൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ ആകാശ ഭീഷണികളുടെ സഞ്ചാരപഥം കണക്കുകൂട്ടും. വരുന്ന റോക്കറ്റുകൾ ജനവാസ മേഖലകളെയോ സൈനിക താവളങ്ങളെയോ തന്ത്രപ്രധാനമായ ഇൻഫ്രാസ്ട്രക്ചറുകളെയോ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്ന് ഈ സിസ്റ്റം വിശകലനം ചെയ്യും. മനുഷ്യവാസമില്ലാത്ത തുറസായ സ്ഥലങ്ങളിലോ കടലിലോ പതിക്കുന്ന തരത്തിലുള്ള റോക്കറ്റുകളെ അയൺ ഡോം സിസ്റ്റം അവഗണിക്കാറാണ് പതിവ്. പക്ഷേ അവ അപകടകരമായ ലക്ഷ്യങ്ങളിലേക്കാണ് വരുന്നത് എന്ന് സിസ്റ്റം തിരിച്ചറിഞ്ഞാൽ ഉടനടി താമർ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകും. ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് വേർതിരിച്ചറിയുന്ന ഈ കൃത്യതയാണ് അയൺ ഡോമിൻ്റെ പ്രധാന സവിശേഷത. ഇതിലൂടെ അനാവശ്യമായിട്ട് മിസൈൽ പാഴാകുന്നത് വലിയൊരു പരിധിവരെ തടയാനും സാധിക്കും. ഓപ്പൺ സോഴ്സ് വിവരങ്ങൾ പ്രകാരം താമർ ഒരു ഹ്രസ്വദൂര സർഫസ് ടു എയർ ഇൻ്റർസെപ്റ്റർ മിസൈലാണ്. ഏകദേശം 3 മീറ്റർ നീളവും 90 കിലോഗ്രാം ലോഞ്ച് വെയ്റ്റുമുള്ള ഈ മിസൈലിൻ്റെ പ്രവർത്തന പരിധി 4 മുതൽ 70 കിലോമീറ്റർ വരെയാണ്. ശത്രുക്കൾക്ക് ഈ മിസൈൽ കൊണ്ടുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ആകാശത്ത് അതിവേഗം സഞ്ചരിക്കുന്ന ചെറിയ ലക്ഷ്യങ്ങളെ പോലും ഇത് കൃത്യമായിട്ട് പിന്തുടരും എന്നുള്ളതാണ്. ഇതിനായിട്ട് മിസൈലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആക്റ്റീവ് റഡാർ സീക്കറും മികച്ച മനൂവറബിലിറ്റിയും സഹായിക്കും. ലക്ഷ്യത്തിന് തൊട്ടരികിലെത്തുമ്പോൾ പെർഫെക്റ്റ് ടൈമിങ്ങിൽ പ്രോക്സിമിറ്റി ഫ്യൂസ് ഉപയോഗിച്ചൊരു എയർ ബസ്റ്റ് സൃഷ്ടിച്ചാണ് ഇത് ശത്രു ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കുന്നത്. അതോടൊപ്പം തന്നെ വെർട്ടിക്കൽ ലോഞ്ച് ശേഷി ഉള്ളതുകൊണ്ട് ഏത് ദിശയിൽ നിന്നുള്ള പെട്ടെന്നുള്ള ആകാശ ഭീഷണികളെ പ്രതിരോധിക്കാനും ഇതിന് കഴിയും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സാങ്കേതിക വശമെന്ന് പറയുന്നത് താമർ ഒരു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമല്ല. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാനായിട്ട് ഇസ്രായേൽ ആരോ, ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയ ഉയർന്ന തലത്തിലുള്ള സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. താമറിൻ്റെ യഥാർത്ഥ കരുത്ത് അതിൻ്റെ ദൂരപരിധിയിലല്ല, മറിച്ച് ഒരേ സമയം വരുന്ന വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങളെ നേരിടാനുള്ള അതിൻ്റെ വിശ്വാസ്യത, വേഗത, കൃത്യത എന്നിവയിലാണ്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഉൽപ്പാദന ശേഷി തേടുന്നത്? ആധുനിക യുദ്ധമുറകളുടെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട്. കുറഞ്ഞ ചെലവിലുള്ള റോക്കറ്റുകൾ, ഡ്രോണുകൾ, ലോയിറ്ററിംഗ് മിനീഷൻസ്, ക്രൂസ് മിസൈലുകൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിച്ച് പ്രതിരോധ സംവിധാനങ്ങളെ അമിതമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന സാച്ചുറേഷൻ അറ്റാക്കാണ് ഇന്നത്തെ പ്രധാന വെല്ലുവിളി. ഓരോ വിജയകരമായ പ്രതിരോധത്തിന് ശേഷവും ഇൻ്റർസെപ്റ്റർ മിസൈലുകളുടെ എണ്ണം കുറയും. ഫാക്ടറി ഉൽപ്പാദനം അതേ വേഗതയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സംഭരണത്തിൽ കുറവുണ്ടാവും. ഇസ്രായേലിന് ആഭ്യന്തരമായിട്ട് ഉൽപ്പാദന ശേഷി ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സംവിധാനത്തിനായിട്ടുള്ള വലിയ എക്സ്പോർട്ട് ഡിമാൻഡ് നിറവേറ്റുന്നതിനോടൊപ്പം തങ്ങളുടെ സ്വന്തം യുദ്ധകാല കരുതൽ ശേഖരം, അതായത് വാർ റിസർവ് പെട്ടെന്ന് പുതുക്കാനായിട്ട് കൂടുതൽ വിപുലമായ ഒരു ഇൻഡസ്ട്രിയൽ ബേസ് അവർക്ക് ആവശ്യമുണ്ട്. റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റത്തിന് ഭാരതം ഒരു സ്വാഭാവിക പങ്കാളിയെ മാറുന്നതിന് പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് ചെലവ് കുറഞ്ഞ ഉൽപ്പാദനം. പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഭാരതത്തിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള നിർമ്മാണ ചെലവ് താരതമ്യേന കുറവാണ്. രണ്ടാമതായിട്ട് വിദഗ്ധ തൊഴിലാളികളുടെ സാന്നിധ്യം, അതായത് സ്കിൽഡ് മാൻ പവർ. എയറോസ്പേസ്, ഇലക്ട്രോണിക്സ്, സോഫ്റ്റ്വെയർ,
മെക്കാനിക്കൽ പ്രിസിഷൻ മാനുഫാക്ചറിംഗ്, ക്വാളിറ്റി കൺട്രോൾ എന്നിവയിൽ ഭാരതത്തിന് വലിയൊരു പ്രൊഫഷണൽ ടാലൻറ്റ് പൂൾ തന്നെ നിലവിലുണ്ട്. പിന്നെ നിലവിലുള്ള പ്രതിരോധ പങ്കാളിത്തം. റഫേൽ കമ്പനിക്ക് ഭാരതത്തിൽ ഇതിനകം തന്നെ ശക്തമായ പ്രവർത്തന സാന്നിധ്യമുണ്ട്. ഭാരതത്തിലെ കല്യാണി ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഹൈദരാബാദിൽ കല്യാണി റഫേൽ അഡ്വാൻസ് സിസ്റ്റംസ് എന്ന സംയുക്ത സംരംഭം നിലവിലുണ്ട്. ഭാരത സൈന്യത്തിൻ്റെ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലായിട്ടുള്ള MRSAM കിറ്റുകൾ നിർമ്മിച്ച് വലിയ പരിചയ സമ്പത്തും ഈ കമ്പനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു വ്യവസായ ഇക്കോസിസ്റ്റം പൂജ്യത്തിൽ നിന്ന് നിർമ്മിക്കേണ്ട ആവശ്യം വരുന്നില്ല. താമര പോലെയുള്ള അതീവ കൃത്യത വേണ്ട ഇന്റർസെപ്റ്റർ മിസൈൽ നിർമ്മാണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഗുണനിലവാരത്തിലെ സ്ഥിരതയാണ്, അതായത് ക്വാളിറ്റി കൺസിസ്റ്റൻസി. ഒരു ചെറിയ വ്യതിയാനം പോലും മിസൈലിൻ്റെ പരാജയത്തിന് കാരണമാകാമെന്നതിനാൽ മുൻ പരിചയമുള്ള ഒരു പങ്കാളിത്തം ഇസ്രായേലിന് വലിയൊരു ഉറപ്പാണ് നൽകുന്നത്. ഈ സഹകരണം പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാവുകയാണെന്നുണ്ടെങ്കിൽ ഭാരതത്തിന് 4 പ്രധാന നേട്ടങ്ങളാണ് കൈവരാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഒരു ആഗോള വിതരണ ശൃംഖലയുടെ ഭാഗമാകുക. അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ ആഗോള മിസൈൽ സപ്ലൈ ചെയിനിൻ്റെ ഭാഗമായി ഹൈ എൻഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ തന്നെ വലിയ രീതിയിൽ ഉയർത്തും. രണ്ടാമതായിട്ട് വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയും. താമർ ക്ലാസ് ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ നിർമ്മാണം ഭാരതത്തിലേക്ക് വരുന്നത് നമ്മുടെ ഡിഫൻസ് മാനുഫാക്ചറിംഗ് മേഖലയുടെ ഒരു ആഗോള ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കും. പിന്നെ സ്വകാര്യ മേഖലയുടെ വികാസം. ഇത്തരമൊരു വലിയ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്നതിലൂടെ ഭാരതത്തിലെ സ്വകാര്യ പ്രതിരോധ കമ്പനികൾക്ക് ഗ്ലോബൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, കയറ്റുമതി അനുമതി നടപടികൾ, യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദന ആസൂത്രണം എന്നിവയിൽ വലിയ പ്രാക്ടിക്കൽ നോളജ് ലഭിക്കും. പിന്നെ തന്ത്രപരമായ അറിവ്, ഇൻഡസ്ട്രിയൽ നോളജ്. ഈ മിസൈൽ ഭാരതത്തിൽ നിർമ്മിക്കുന്നു എന്നത് ഭാരത സൈന്യം ഇത് ഉടൻ വാങ്ങുമെന്നല്ല അർത്ഥമാക്കുന്നത്. എന്നാൽ ഹ്രസ്വദൂര പോയിന്റ് ഡിഫൻസ്, എയർബേസ് സുരക്ഷ, തന്ത്രപ്രധാനമായ അമ്യൂണിഷൻ ഡിപ്പോകൾ, തുറമുഖങ്ങൾ, ഓയിൽ റിഫൈനറികൾ, ആണവ നിലയങ്ങൾ എന്നിവയ്ക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ നിർണായകമായ ഇൻഡസ്ട്രിയൽ നോളജ് ഭാരതത്തിന് ഇതിലൂടെ ലഭ്യമാകും. താമർ മിസൈലുകൾ ഭാരതത്തിൽ നിർമ്മിക്കുന്നു എന്നതുകൊണ്ട് പൂർണ്ണമായ സാങ്കേതികവിദ്യ കൈമാറ്റം, അതായത് ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ ഭാരതത്തിന് പെട്ടെന്ന് ലഭിക്കുമെന്ന് കരുതാൻ പറ്റില്ല. മിസൈലിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള സീക്കർ സോഴ്സ് കോഡ്, ഫ്യൂസ് ഡിസൈൻ, ഗൈഡൻസ് അൽഗോരിതങ്ങൾ, പ്രൊപ്പൽഷൻ കെമിസ്ട്രി, ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ ബൗദ്ധിക സ്വത്ത് അവകാശം അഥവാ IP റൈറ്റ്സ് ഭാരതത്തിന് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായ ഔദ്യോഗിക വിവരങ്ങളും ലഭ്യമല്ല. പ്രതിരോധ ഉൽപ്പാദനത്തിൽ വിവിധ ഘട്ടങ്ങളുണ്ട്. വെറുമൊരു ഫൈനൽ അസംബ്ലി മാത്രമാണെങ്കിൽ അതിന് തന്ത്രപരമായ മൂല്യം കുറവാണ്. സബ്സിസ്റ്റം നിർമ്മാണത്തിലേക്ക് പോകുമ്പോൾ മൂല്യം വർദ്ധിക്കും. എന്നാൽ നിർണായക ഘടകങ്ങൾ ഭാരതത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും മിസൈലിൻ്റെ ഡിസൈൻ അറിവുകൾ, ടെസ്റ്റിംഗ് രീതികൾ, ഭാവി അപ്ഗ്രേഡ് റൈറ്റ്സ് എന്നിവ ഭാരതത്തിന് ലഭിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ സാങ്കേതികവിദ്യ അബ്സോർപ്ഷൻ നടക്കുന്നുള്ളൂ. ലളിതമായിട്ട് പറഞ്ഞാൽ ഇസ്രായേൽ യുദ്ധരംഗത്ത് തെളിയിക്കപ്പെട്ട തങ്ങളുടെ ഡിസൈൻ നൽകുമ്പോൾ ഭാരതം അതിനാവശ്യമായ ഉൽപ്പാദന വ്യാപ്തി നൽകുന്നു. ഇസ്രായേലിന് സപ്ലൈ സുരക്ഷ ഉറപ്പാകുമ്പോൾ ഭാരതത്തിന് അത്യാധുനിക നിർമ്മാണ മേഖലയിലുള്ള വിശ്വാസ്യത കൈവരുന്നു. ഭാരതത്തിൽ നിലവിൽ തന്നെ S-400, തദ്ദേശീയമായ ആകാശ്, MRSAM, LRSAM, QRSAM എന്നിവയ്ക്ക് പുറമെ തദ്ദേശീയമായ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട്. ഭാവിയിലൊരു ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങളോ ലേസറുകളോ ഇലക്ട്രോണിക് വാർഫെയർ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി കൂടുതൽ ശക്തമായ ഒരു പ്രതിരോധ ശൃംഖലയാണ് ഭാരതം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഭാരതത്തിന് അയൺ ഡോമിൻ്റെ ഒരു പകർപ്പല്ല ആവശ്യം, മറിച്ച് ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു മൾട്ടി ലെയേർഡ് വ്യോമ പ്രതിരോധ കവചമാണ് വേണ്ടത്. താമർ ക്ലാസ് മിസൈലുകളുടെ ഉൽപ്പാദനം അതിലൊരു മികച്ച ഘടകമായി മാറിയേക്കാം. ഭാവിയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ അയൺ ബീം പോലെയുള്ള ലേസർ സംവിധാനങ്ങൾ വരുമ്പോൾ താമര പോലെയുള്ള മിസൈലുകളുടെ പ്രസക്തി നഷ്ടപ്പെടുമോ എന്നൊരു ചോദ്യം വരാം. ലേസർ സംവിധാനങ്ങൾ വലിയ സാമ്പത്തിക ലാഭം നൽകുമെന്നുള്ളത് ശരിയാണ്. കാരണം ഒരു റോക്കറ്റ് തകർക്കാൻ ചിലവേറിയ മിസൈലുകൾക്ക് പകരം കുറഞ്ഞ ചെലവിലുള്ള വൈദ്യുതി മാത്രമാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. എന്നാൽ ലേസർ സംവിധാനങ്ങൾക്ക് പ്രകൃതിപരമായ ചില പരിമിതികളുണ്ട്. കടുത്ത മഴ, പൊടിപടലങ്ങൾ, മൂടൽമഞ്ഞ്, മേഘാവൃതമായ അന്തരീക്ഷം ഇതൊക്കെ ലേസറിൻ്റെ കൃത്യതയെ ബാധിക്കും. അതുകൊണ്ട് ഭാവിയിലെ വ്യോമ പ്രതിരോധം എന്നത് കേവലം മിസൈലുകളിലോ ലേസറുകളിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരിക്കില്ല. പകരം അതൊരു സംയോജിത ലെയേർഡ് സംവിധാനമായിരിക്കും. ചെറിയ ഡ്രോണുകൾക്കെതിരെ ഇലക്ട്രോണിക് വാർഫെയറും, ലഘുവായ റോക്കറ്റുകൾക്കെതിരെ ലേസർ സംവിധാനങ്ങളും, കൂടുതൽ മാരകമായ റോക്കറ്റുകൾക്കെതിരെ താമർ ക്ലാസ് ഇന്റർസെപ്റ്ററുകളും,
ക്രൂസ് മിസൈലുകൾക്കെതിരെ മീഡിയം റേഞ്ച് സാം മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ ഉയർന്ന തലത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരിക്കും അത്. താമര മിസൈലുകൾ ഭാരതത്തിൽ നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ അത് ഭാരതത്തിൻ്റെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ വളർച്ചയുടെ പുതിയൊരു അധ്യായമായിരിക്കും. ഒരു കാലത്ത് ഭാരതത്തോട് ലോകം ചോദിച്ചിരുന്നത് നിങ്ങൾ ഏത് ആയുധമാണ് വാങ്ങാൻ പോകുന്നത് എന്നായിരുന്നുവെങ്കിൽ ഇന്ന് ചോദ്യം മാറുകയാണ്. ലോകത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് നിങ്ങൾ എന്ത് നിർമ്മിക്കും? ഈ പങ്കാളിത്തം എത്രത്തോളം കൃത്യമായ കരാറുകളിലേക്ക് നീങ്ങുമെന്നത് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരുന്നതോടെ മാത്രമേ വ്യക്തമാവുള്ളൂ. എങ്കിലും ഭാരതത്തിൻ്റെ പ്രതിരോധ വ്യവസായ രംഗം പുതിയൊരു ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന കാര്യം ഉറപ്പാണ്. സുഹൃത്തുക്കളെ, കൂടുതൽ വിശദ വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും നിങ്ങൾ അമാന്തിക്കരുത്. വീണ്ടും കാണാൻ നല്ലൊരു വിഷയമായിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.